അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 3 ചിത്രങ്ങൾ, വ്യസനസംവേദം, ബന്ധുമിത്രാദികൾ, ഛോട്ടാ മുംബൈ, റോന്ത് എന്ന ചിത്രം. ഈ 3 ചിത്രങ്ങളാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായ പങ്കുവഹിക്കുന്നത്, കളക്ഷൻ കൂടുതൽ കിട്ടുന്നത് ഈ 3 ചിത്രങ്ങളിലാണ്. അപ്പം വ്യസനസമേതം, ബന്ധുമിത്രാദികളിൽ തുടങ്ങിയാൽ, വ്യസനസമേതം, ബന്ധുമിത്രാദികൾ എന്ന ചിത്രം ഇന്നലെ വരെ വേൾഡ് വൈഡായിട്ട് ചിത്രം നേടിയത് 2,90,00,000 രൂപയാണ്. അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, അതുപോലെ ബിജു, അഫീഫ് നെടുവങ്ങാട്, നോബി മാർക്കോഫ് എന്നുവേണ്ട എല്ലാവരും നിറഞ്ഞാടിയ ചിത്രം തന്നെയാണ് ഈ ചിത്രം. അതൊരു ബിബിനാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. വലിയ ബഡ്ജറ്റിൽ ഒന്നുമില്ലാത്ത ചിത്രമാണെന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇതിലെ താരമൂല്യമൊന്നും ഇല്ലാത്ത ഒരു ചിത്രമാണ്. അതുകൊണ്ട് ഈ ചിത്രം ഒരു വിജയ ചിത്രമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പം 3 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയത് വേൾഡ് വൈഡായിട്ട് 2,90,00,000 ആണെങ്കിൽ ഇന്ന് ഇതിൻ്റെ ട്രാക്കിംഗ് കളക്ഷൻ കാണിക്കുന്നത്, ഗ്രോഫ് കാണിക്കുന്നത് 17,00,000 രൂപയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം 35-40 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഇന്ന് ഈ ചിത്രം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ചിത്രം ഇന്ന് കൊണ്ട് 3.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക കളക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ചിത്രത്തെ സംബന്ധിച്ച് ഒരു സൂപ്പർ താര പരിവേഷമൊന്നും ഇല്ലാത്ത ഒരു ചിത്രം, താരമൂല്യമുള്ള നായകനോ ഒന്നും ഇല്ലാത്ത ഒരു ചിത്രം ഇങ്ങനെ കളക്ഷൻ നേടുന്നത് നല്ലൊരു സിമ്പിളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ചിത്രം ഒരു വിജയ ചിത്രമായി മാറാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. മറ്റൊരു ചിത്രമാണ് റോന്ത് എന്ന ചിത്രം. ഷാഹി കബീർ സംവിധാനം ചെയ്ത, നമ്മുടെ ദിലീഷ് പോത്തനും റോഷൻ മാത്യൂസും ഒക്കെ നിറഞ്ഞാടിയ ചിത്രമാണ്. എല്ലാവർക്കും മികച്ച അഭിപ്രായം നേടിയ ചിത്രം തന്നെയാണ് ഈ ചിത്രം. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എല്ലാവരും ഒരേപോലെ നല്ല അഭിപ്രായം പറഞ്ഞ ഒത്തിരി ചിത്രങ്ങളുണ്ട്. തുടരും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തുടരുമുണ്ട്. അതിനുശേഷം നരിവേട്ട വന്നു, ആഭ്യന്തര കുറ്റവാളി വന്നു, ഇപ്പം റോന്ത്. ഇപ്പം റോന്തിൻ്റെ ഒരു റോന്ത് വീട്ടിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മലയാള സിനിമയിൽ റോന്ത് മികച്ച രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. റോന്തിൻ്റെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ വരെ 2 കോടി രൂപയാണെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 4,85,00,000 രൂപയായിരുന്നു ഇന്നലെ വരെ. ഇന്ന് ട്രാക്കിംഗ് ഗ്രോഫായിട്ട് കാണിക്കുന്നത് 22 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നിശ്ചയമായിട്ടും ഇന്ന് ഒരു 50 ലക്ഷത്തിന് മുകളിലുള്ള തുക നേടും എന്ന് തന്നെ കണക്ക് കൂട്ടാം. അങ്ങനെ ഇന്നുകൊണ്ട് കേരള കളക്ഷനായിട്ട് 2.5 കോടി രൂപയിലേക്ക് ഈ ചിത്രം എത്തിച്ചേരും. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 5 കോടി 50 മുകളിലുള്ള തുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ 5,75,00,000 ഈ ചിത്രം എത്തും എന്ന് തന്നെ കണക്ക് കൂട്ടുന്നു. അപ്പോൾ 4 ദിവസം കൊണ്ട് ഈ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരമൂല്യം ഒന്നുമില്ലാത്ത ചിത്രമാണ്. ദിലീഷ് പോത്തനാണ് ഇതിൻ്റെ നായകൻ, അതുപോലെ റോഷൻ മാത്യു ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച് ഇവർ രണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ കരിയറിലെ തന്നെ ഒരു മികച്ച കഥാപാത്രങ്ങളാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഒരു വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം വരും ദിവസങ്ങളിലെ കളക്ഷൻ മികച്ച രീതിയിൽ തന്നെ ഇത് നേടും എന്ന് തന്നെ കരുതുന്നു. അപ്പം മുന്നേറുന്ന കാഴ്ച തന്നെ കാണും. മറ്റു 2 ചിത്രങ്ങളുടെ അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഛോട്ടാ മുംബൈ എന്ന ചിത്രമാണ്. 10 ദിവസമായി ഛോട്ടാ മുംബൈ ഇറങ്ങിയിട്ട്. പക്ഷേ പുതിയ റിലീഫുകൾ വരുന്നു, നല്ല അഭിപ്രായം നേടുന്നെങ്കിലും ഛോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 10 ദിവസം കൊണ്ട് ഈ ചിത്രം കേരളത്തിൽ നിന്ന് ഏകദേശം 3,50,00,000 മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 4 കോടിക്ക് മുകളിലും ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഛോട്ടാ മുംബൈ റിലീഫിംഗ് ചിത്രങ്ങളിലെ ലാലേട്ടൻ ചിത്രങ്ങൾ, ലാലേട്ടൻ്റെ 4 ചിത്രങ്ങളാണ് റിലീഫ് ചെയ്ത്. സ്ഫടികം, ദേവദൂതൻ, ഛോട്ടാ മുംബൈ, മണിച്ചിത്രത്താഴ്. ഈ 4 ചിത്രങ്ങളും 4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണുന്നു. അതുപോലെ ഈ 4 ചിത്രങ്ങളും റിലീഫിങ്ങിലൂടെ വൻ വിജയം നേടാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഛോട്ടാ മുംബൈ നല്ല വിജയമായി മാറുന്നു.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ആഴ്ച കളക്ഷൻ കൂടാനുള്ള സാധ്യത ഇതിലേക്ക് വിരച്ചുകൊണ്ടുന്നു. വേറെ എല്ലാ സംസ്ഥാനങ്ങളിലും ചോട്ടാ മുംബൈ റിലീഫ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാടായാലും കർണാടക ആയാലും ഡൽഹി ആയാലും ബോംബെ ആയാലും എന്ന് വേണ്ട എല്ലാ പ്രദേശങ്ങളിലും റിലീഫും UK, അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ റിലീഫും കൊണ്ട് അങ്ങനെ ഈ ചിത്രം വൻ വിജയത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു എമ്പുരാൻ കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ ചിത്രങ്ങൾ ഏതെങ്കിലും ഒന്നും തിയേറ്ററിൽ സ്ഥിരമായിട്ട് കാണും. തുടരും ഉണ്ടായിരുന്നു, എമ്പുരാൻ ഉണ്ടായിരുന്നു, എമ്പുരാന് ശേഷം തുടരും വന്നു. തുടരും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചോട്ടാ മുംബൈ വരുന്നത്. ചോട്ടാ മുംബൈയും തുടരും ഒന്നിച്ച് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ചോട്ടാ മുംബൈ ഇപ്പം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രം കൂടി വീണ്ടും പ്രദർശനത്തിന് ജൂൺ 27 എത്തുന്നു എന്നുള്ളത്. അപ്പം തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളും ഏകദേശം 90 ദിവസത്തിന് മുകളിൽ എല്ലാ ദിവസങ്ങളിലും ലാലേട്ടൻ ചിത്രം തിയേറ്ററിലുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ 27 കണ്ണപ്പ റിലീഫാകുന്നു. കണ്ണപ്പയെ പറ്റി ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. കണ്ണപ്പ എന്ന് പറയുന്നത് മോഹൻലാലങ്ങളുടെ 18-20 മിനിറ്റോളം മാത്രമേ ഉള്ളൂ ആ ചിത്രത്തിൽ. ഒരു താരമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. അപ്പോൾ നല്ല കഥാപാത്രമാണ് എന്നൊക്കെ അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. അത് തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിൻ്റെ ട്രെയിലർ കണ്ടൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ട്രെയിലർ കാണുന്നതൊന്നും ചിലപ്പോൾ കാണണമെന്നുമില്ല. സിനിമയിൽ അവരുടെ ഒരു പ്രത്യേക രീതിയുണ്ട്. അവർ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പം കട്ട് ചെയ്യുകയോ കട്ട് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാലും ലാലേട്ടനെ പ്രേക്ഷകർ വെറുക്കാത്ത രീതിയിൽ തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവരവകാശപ്പെടുന്നത്. ഏതായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഏതായാലും ഈ ചിത്രം നിശ്ചയമായിട്ടും 100 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. അത് വേറെ എവിടം വരെ എത്തും എന്നുള്ളത് നോക്കിക്കാണുകയാണ്. ഏകദേശം 180 കോടിയോളം ഇതിൻ്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. 180 കോടി ബഡ്ജറ്റായെങ്കിൽ ഏകദേശം ഒരു 400 കോടിയെങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വിജയ ചിത്രമായി മാറൂ. അത് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ചിത്രം 400 കോടി കടക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കുകയാണ്. അതുപോലെ ഈ ചിത്രം ആദ്യമായി കണ്ടത് 10 ദിവസത്തിന് മുമ്പ് ആദ്യമായിട്ട് കണ്ടത് രജനീകാന്ത് ആണ് എന്നുള്ളത് വിഷ്ണു മഞ്ജു തന്നെ, ഇതിൻ്റെ നായകനായ വിഷ്ണു മഞ്ജു, സംവിധായകനും നായകനും എല്ലാം വിഷ്ണു മഞ്ജുവാണ്. അദ്ദേഹം തന്നെ പറയുന്നു ഇത് നമ്മുടെ രജനീകാന്ത് കണ്ടു, രജനീകാന്ത് ഈ ചിത്രത്തെ പറ്റി മികച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം രജനീകാന്ത് കണ്ട ചിത്രം, മികച്ച അഭിപ്രായം പറഞ്ഞ ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും പ്രേക്ഷകർ ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ ലാലേട്ടൻ്റെ മറ്റൊരു ചിത്രം കൂടി സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് നീങ്ങുന്ന കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ലാലേട്ടൻ്റെ ഇറങ്ങുന്നത് ജൂണിൽ ഈ ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഓഗസ്റ്റ് മാസമാണ് നമ്മുടെ ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ്റെ മലയാള ചിത്രം റിലീസാകുന്നത്. ഇതിനിടയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ രമേശ് നാരായണൻ മമ്മൂട്ടി ടീമിൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ബബ്ബായെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപിടി മികച്ച ചിത്രങ്ങളുമായിട്ട് ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഓണത്തിന് ഒരുപക്ഷെ ബബ്ബ എന്ന് പറയുന്ന ചിത്രം ഒരുപക്ഷെ റിലീഫ് കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തിരക്കുമായിട്ട് മോഹൻലാൽ നിറഞ്ഞു നിൽക്കുന്നു. മറ്റുള്ള ചിത്രങ്ങളുമൊക്കെ ആയിട്ട് ഓണം റിലീഫ് കാത്തു നിൽക്കുന്നു. എല്ലാം വൻ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.